മക്കളെ, നമ്മുടെ ആൻസർ കീയും അതുപോലെ തന്നെ OMR ഷീറ്റും വന്നപ്പോൾ കുറച്ച് കുട്ടികളെങ്കിലും ശ്രദ്ധിച്ച് കാണാത്തൊരു കാര്യം ഞാൻ പറയാം. അതായത് നമുക്ക് റെക്കോർഡഡ് ആയിട്ടുള്ള ഓപ്ഷൻസ് നമുക്ക് ചലഞ്ച് ചെയ്യാൻ പറ്റും. അതായത് റെക്കോർഡ് റെസ്പോൺസ് ചലഞ്ച് എന്ന് പറഞ്ഞിട്ട് പുതിയൊരു ഓപ്ഷൻ വന്നിട്ടുണ്ട്. അതെന്താണെന്ന് ഞാൻ പറഞ്ഞുതരാം. അതായത് പല കുട്ടികളും കഴിഞ്ഞ വർഷമൊക്കെ പറഞ്ഞാണ് ഞാനതൊക്കെ ബബിൾ ചെയ്താണ്, പക്ഷേ എൻ്റെ OMR വന്നപ്പോൾ ആ ബബിൾ ചെയ്തൊന്നും കാണാനില്ലാന്ന്. ഇനി അങ്ങനെയുള്ള ടെൻഷനൊന്നും വേണ്ട. നിങ്ങൾ OMRൽ ബബിൾ ചെയ്തിട്ട് നിങ്ങൾക്ക് വന്നേക്കുന്ന റെസ്പോൺസ് ഷീറ്റിൽ, അതായത് ഇപ്പം റിലീസ് അയക്കുന്ന OMRൽ നിങ്ങൾക്ക് അത് ബബിൾ ചെയ്തായിട്ട് കാണുന്നില്ല എന്നാണെങ്കിൽ മക്കൾ എന്താണെന്നറിയാം ചെയ്യേണ്ടത്, നമുക്ക് ആ റെക്കോർഡഡ് ആയിട്ടുള്ള റെസ്പോൺസിനെ ചലഞ്ച് ചെയ്യാനുള്ള ഓപ്ഷൻ ഉണ്ട്. നിങ്ങൾക്ക് അറിയാലോ, ആൻസർ കീയിൽ എന്തെങ്കിലും കറക്ഷൻസ് തോന്നുകയാണെങ്കിൽ നമുക്ക് ഈ 3 ദിവസം കൊണ്ട് ചലഞ്ച് ഓപ്ഷൻ കൊടുക്കാം. അതുപോലെ തന്നെ റെക്കോർഡഡായ റെസ്പോൺസിൽ എന്തെങ്കിലും മാറ്റങ്ങൾ കണ്ടിട്ടുണ്ടെന്നാണെങ്കിൽ അവിടെയും നിങ്ങൾക്ക് ചലഞ്ച് ചെയ്യാനുള്ള ഓപ്ഷൻസ് ഈ വർഷം അവൈലബിൾ ആണ്. അപ്പോൾ നാളെ കൂടെ നമുക്ക് അതിനുള്ള സമയമുള്ളൂ. ഞാൻ ഇന്നലെയാണ് OMR വന്നേക്കുന്നത്. പല കുട്ടികളും OMR കിട്ടാത്തവരോടുത്ത് ഞാൻ കഴിഞ്ഞൊരു വീഡിയോയിൽ അതെങ്ങനെ എടുക്കുകയാണെന്നൊക്കെ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് OMR കിട്ടിയിട്ടില്ലെങ്കിൽ എത്രയും പെട്ടെന്ന് തന്നെ മക്കൾ ആ OMR നിങ്ങൾ എടുക്കുക, അതിൻ്റെ സ്ക്രീൻഷോട്ട് എടുത്തിട്ട് നോക്കുക. എന്തെങ്കിലും നമുക്ക് ചലഞ്ച് ചെയ്യാനുള്ള ഓപ്ഷൻസ് ഉണ്ടെന്നാണെങ്കിൽ നിങ്ങളത് ചലഞ്ച് ചെയ്യാൻ പോവുക. ഇനി അതല്ല, ഇതുപോലെ തന്നെ നിങ്ങൾ റെക്കോർഡ് ചെയ്തിരിക്കുന്ന റെസ്പോൺസിൽ നിങ്ങൾക്ക് എന്തെങ്കിലും ചേഞ്ച് തോന്നുകയാണെങ്കിൽ നിങ്ങൾക്ക് അത് അവിടെയും നമുക്ക് ചലഞ്ച് ചെയ്യാനുള്ള ഓപ്ഷൻസ് ഉണ്ട്. അപ്പം വൈകിക്കേണ്ട, എത്രയും പെട്ടെന്ന്. അങ്ങനെ എന്തെങ്കിലും തോന്നുന്ന കുട്ടികൾ, കഴിഞ്ഞ വർഷമൊക്കെ പലരും ഇത് അറിയാതെ പോയിട്ടുണ്ട്. ഈ വർഷം ഒരിക്കലും ഇത് കുട്ടികൾ അറിയാതെ പോകരുത്. കഴിഞ്ഞ വർഷം അങ്ങനെ ഒരു ഓപ്ഷൻ ഇല്ലായിരുന്നല്ലോ. അപ്പോഴും ഇങ്ങനെ കൺഫ്യൂഷൻസ് പറഞ്ഞ ആൾക്കാരുണ്ട്. അപ്പോൾ അറിയാതെ പോകണ്ട, എത്രയും പെട്ടെന്ന് തന്നെ ആ റെക്കോർഡ് റെസ്പോൺസ് കറക്റ്റ് അല്ലെങ്കിൽ മക്കൾ ആ ചലഞ്ച് ചെയ്യാൻ നോക്കിക്കും. ഓക്കെ മക്കളെ, ഇനി അടുത്ത ദിവസങ്ങളിൽ ഇതുമായിട്ട് ബന്ധപ്പെട്ട വീഡിയോസൊക്കെ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം കേട്ടോ. ഓക്കെ.